സർ, ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ അതിനുശേഷം സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സാധിച്ചതിൽ അതീവ സന്തോഷവാനാണ് എന്നാണ്. ഒപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തെ പരാമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതാണ്. കാരണം നമ്മുടെ മന്ത്രി VN വാസവൻ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. ആ കത്തിനൊരു മറുപടി എന്നോണമാണ് അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ അയ്യപ്പനെ കുറിച്ച് ഈ ഭക്തസംഗമത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിന്റെ ദിവ്യ രക്ഷകനാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ് ഈ ഇപ്പോൾ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിജയിക്കും എന്നാണ് ആശംസിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ സർക്കാരിന്റെ ഈ ലക്ഷ്യം, ഈ അയ്യപ്പ ആഗോള ഭക്ത സംഗമം നടത്തുന്നതിലുള്ള ലക്ഷ്യം സക്സസ് ആവാനാണ് സാധ്യത? യോഗി ആദിത്യനാഥിന്റെ ഉൾപ്പെടെ ആശീർവാദത്തോടെ ആശംസയോടെയാണ് ഈ ഭക്തസംഗമം നടക്കുന്നത്. സ്വാമി ശരണം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം നാഥ് പരമ്പരയുടെ തലവൻ കൂടിയാണ്. ഈ നാഥ് പരമ്പരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗസ്ത്യ പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയായിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കാവുന്നതാണെന്നല്ല, ആണ്. അഗസ്ത്യ പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ച ആണ് ഈ പറയുന്ന അദ്ദേഹം ഉൾക്കൊള്ളുന്ന നാഥ് പരമ്പര. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. അയ്യപ്പൻ ധർമ്മ രക്ഷകനാണ്. കേരളത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ധർമ്മ രക്ഷകനാണ്. അത് അയ്യപ്പന്റെ ഉപാസനകളിൽ അല്ലെങ്കിൽ ശബരിമല സന്ദർശിക്കാൻ പോകുന്നവർ, അയ്യപ്പ ദർശനത്തിന് പോകുന്നവരുടെ ഒരു പഴയ കാല ചിത്രം എടുത്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അതായത് ഈ ഇരുമുടിക്കെട്ടിൻ്റെ അകത്ത് വെക്കുന്ന ഒരു 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് വെറ്റില, അടക്ക, ഒരു നാണയം ഇപ്പോഴാണ് വന്നത്. പണ്ടത് പുകയിലയായിരുന്നു. ഈ പുകയില എന്ന് പറയുന്ന ഒരു ബാർട്ടൺ സിസ്റ്റത്തിൽ കൺവെർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് നിക്കൽഡ് ആയിട്ടാണ് നാണയം വന്നത്. അപ്പം ലോകത്ത് ഒരു ആരാധനാലയങ്ങളിലും ദക്ഷിണ സമർപ്പിക്കുന്ന ഒരു രീതിയില്ല. ഇന്ത്യയിലെ ഒരു ക്ഷേത്രങ്ങളിലും വെറ്റില, അടക്ക, നാണയം വെച്ചിട്ട് ഭഗവാനെ കാണുന്ന ഒരു രീതിയില്ല. അതിപ്പം നമ്മൾ ഏത് വിഭാഗം എടുത്താലും, ശാക്തേയമോ വൈഷ്ണവമോ ശൈവമോ പിന്നെ കൗള, പ്രാകൃത, യക്ഷൻ, ചാത്തൻ, യക്ഷി, പിന്നെന്താണ്, അങ്ങനെ എന്തെടുത്താലും രക്ഷസ, ഇവരൊന്നും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും ദക്ഷിണ വെച്ചിട്ട് അപ്പം ഉപാസിക്കുന്ന ഒരു രീതിയില്ല. പിന്നെ അതുപോലെ തന്നെ മാല ഇടിയിക്കാനും ഇരുമുടിക്കെട്ട് നിറയ്ക്കാനും ഉള്ള ഗുരുസ്വാമി എന്ന് പറയുന്ന പോസ്റ്റ്, അതിന് അർഹനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് 18 തവണ ശബരിമല ചവിട്ടി പെരിയസ്വാമിയായി തെങ്ങന്തൈ വെച്ചിട്ട് നാട്ടിൽ വരുന്ന ഏറ്റവും പ്രമുഖനായ ആളായിരിക്കും അത് ചെയ്യുന്നത്. അല്ലാതെ പൂജാരിയോ ബ്രാഹ്മണനോ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡന്റോ ഒന്നും അല്ല ഈ മാലയിടിയിക്കുകയും ശബരിമലയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള, അതായത് 41 ദിവസത്തെ വ്രതം. ഈ വ്രതം എടുക്കുമ്പോൾ ആ വ്യക്തി മാത്രമല്ല, കുടുംബം മൊത്തം, അല്ലെങ്കിൽ ഈ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളുടെ കീഴിലാണ്. അതിന് പറ്റാത്തവര് അവർ വേറെ പുറത്തെവിടെയെങ്കിലും പോയി താമസിക്കുന്നതായിരുന്നു പഴയ രീതി. അപ്പൊ ആകെപ്പാടെ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ, അത് ശരണം എന്നുള്ള പറഞ്ഞതാണ്. ശരണം അപേക്ഷിച്ചാൽ ശരണം കിട്ടുന്ന ഒരു സ്ഥലം. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഉള്ളത്. അപ്പൊ ഈ പറയുന്ന മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്ന വ്യക്തികളില്ല.
നിങ്ങൾ മറ്റ് ക്ഷേത്രം ഇപ്പൊ ഗുരുവായൂരിൽ പോവുകയാണെങ്കിൽ ഞാനായിട്ടാണ് ഗുരുവായൂർ പോകുന്നതും തിരിച്ചിറങ്ങി പോരുന്നതും. പക്ഷേ ഈ ശബരിമലയിൽ പോകുന്ന വ്യക്തി മാലയിടുന്ന നിമിഷം തൊട്ട് അയ്യപ്പൻ അല്ലെങ്കിൽ മാളികപ്പുറമാണ്. ദർശനം നടത്തി തിരിച്ചു വന്ന് മാല ഊരുന്നിടം വരെ അത് തന്നെയാണ്. ഈ സമയത്ത് അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവര് യമം, അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപഗ്രഹം എന്ന് തുടങ്ങിയ യമങ്ങൾ ശീലിച്ചിരിക്കണം. അതായത് അവിടെയാണ് യോഗി പറഞ്ഞതിലെ ധാർമ്മികതയുടെ ആദ്യത്തെ പൊടിപ്പ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ ഉപാസനാക്രമങ്ങളും മറ്റും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിനെ വളരെയധികം സ്വാധീനിച്ചതായിട്ട് കാണാം. അതായത് മാലയിട്ട് കഴിഞ്ഞിട്ട് അയ്യപ്പൻ കഞ്ഞി അല്ലെങ്കിൽ അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന രീതി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പേ നാനാജാതി മതസ്ഥർക്ക് ദർശനമുള്ള ക്ഷേത്രമാണ് ശബരിമല. അവിടെ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. അതിന്റെ കയറി പോകുന്ന ആളുകൾ ആരാണെന്നോ ഏത് ജാതിയിൽപ്പെട്ടതാണെന്നോ ഏത് മതത്തിൽപ്പെട്ടതാണെന്നോ ഒന്നും ആരും അന്വേഷിക്കാറില്ല. എല്ലാം ഏത് മതക്കാർക്കും ഉൾക്കൊള്ളാവുന്നതാണ്. അതുപോലെ തന്നെ അയ്യപ്പൻ ഊട്ട് നടത്തുന്ന സമയത്ത് അവിടെ പഴയ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ 2 പന്തി കാണും. അതെന്ന് പറയുന്നത് ജാതി വേർതിരിവിന്റെ പന്തിയല്ല. ഒന്ന് അയ്യപ്പന്മാർക്കുള്ളതും ഒന്ന് അയ്യപ്പന്മാർ അല്ലാത്തവർക്കുള്ളതും. ആ സമയത്ത് പിന്നെ എന്താണ് ആശാൻ പറഞ്ഞ പോലെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ. അപ്പം ഈ പറയുന്ന ആരും തന്നെ അയ്യപ്പനില്ല. അവര് ഏത് ജാതിക്കാരനാണെന്നോ ചിലപ്പോൾ ഉന്നത ജാതിക്കാരനായിരിക്കാം, ചിലപ്പോൾ പട്ടികവർഗക്കാരനായിരിക്കാം, പട്ടിക ജാതിക്കാരനായിരിക്കാം. അവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന അയ്യപ്പൻ എന്ന നിലയിലാണ് ഇവര് ദർശനത്തിന് പോകുന്നത്. ഇതിനെപ്പറ്റി 1952 ശബരിമല തീവെപ്പ് കേസ് അന്വേഷിച്ച IG കെ കേശവമേനോൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്നത് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ഷോൾഡർ ടു ഷോൾഡർ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ഇങ്ങനെയാണ് നടക്കുന്ന സംഭവം എന്നാണ് പറയുന്നത്. അപ്പം ഇനി ഈ പറയുന്ന പന്തിഭോജനം വരുന്നതിന് മുമ്പേ പന്തിഭോജനം നടത്തിയിരുന്ന അയ്യപ്പന്മാർ, അതൊരു വലിയൊരു സാമൂഹിക മാറ്റമാണ്. അപ്പം ആ വിഷയത്തിലേക്ക് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ കേശവമേനോന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കാം. ഇനി അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പണ്ട് കാലത്ത് ആളുകൾ പൊക്കൊണ്ടിരുന്നത് അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ചാക്കി കെട്ടി കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പൂജ, ആരതി എല്ലാം അയ്യപ്പന്മാർ തന്നെയാണ് നടത്തുന്നത്. നാളികേരം ഉടയ്ക്കുന്നതും അഭിഷേകം നടത്തുന്നത് അതൊക്കെയാണ് പിന്നീട് ദേവസ്വം ബോർഡൊക്കെ വന്നതിന് ശേഷമാണ് അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതാണ് ഈ പറയുന്ന സിറ്റുവേഷൻ. അതായത് ഒരു സമൂഹത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കുന്നതിനുള്ള സൂചന കൊടുത്ത ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അപ്പൊ ഇതിന്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത് വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള, അതായത് ഈ സ്പിരിച്വൽ ബിസിനസ് അല്ലെങ്കിൽ റിലീജിയൻ ബിസിനസ്സിൽ വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ഇത് 2 തവണ ആക്രമിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഈ യോഗി പറഞ്ഞ കാര്യം വാസ്തവമാണ്. അത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾക്കൊണ്ടിരിക്കാനാണ് സാധ്യത. യോഗി പറഞ്ഞതല്ല, അയ്യപ്പന്റെ എന്താണ് തൽസ്ഥിതി, യഥാർത്ഥ രൂപം എന്താണ്, അത് ഉൾക്കൊണ്ടിരിക്കാനാണ് സാധ്യത. അതിനോട് എതിർപ്പ് തോന്നുന്ന കുറെ ആളുകൾ കാണും. അതെന്ന് പറയുന്നത് അവര് ഹിന്ദുക്കളെ ഹിന്ദു കോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതായത് പുതിയൊരു മതം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് അരോചകമായിട്ട് തോന്നാനിടയുണ്ട്.
പക്ഷേ അയ്യപ്പൻ വിടുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വഴിക്ക് തന്നെ പോകും. എന്തായാലും ശബരിമല അയ്യപ്പ ആഗോള ഭക്ത സംഗമം അത് ഇന്ന് നടക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ സർക്കാരും മന്ത്രി വി.എൻ. വാസവനും ഒക്കെയുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ. ഒപ്പം യോഗി ആദിത്യനാഥിനെ പോലെയുള്ളവരുടെ ആശംസാ സന്ദേശങ്ങളും ഇവരെ തേടിയെത്തുകയാണ്. പന്തളം കൊട്ടാരവും അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സംഘടനകളും നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തെക്കാൾ ഏറെ ചർച്ചയാവുന്നത് നമ്മുടെ സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമമാണ്. അപ്പോൾ ഏത് രീതിയിൽ ഇത് ശബരിമലയിൽ വരും ദിവസങ്ങളിൽ ഒരു സ്വാധീനം ചെലുത്തും, അയ്യപ്പ ഭക്തരിൽ ഏത് രീതിയിലാണ് ഇത് പ്രതിധ്വനിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് കണ്ടറിയണം. വ്യക്തമാണ്. താങ്ക് യു, അശോക് സർ.